നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 30 വർഷത്തിന് ശേഷം ശനി കനിയുന്നു. കേന്ദ്ര ത്രികോണ രാജയോഗം 12-ൽ 2 രാശിക്കാരെ ലക്ഷപ്രഭുക്കളാക്കും, അതിസമ്പന്നരാക്കും. അതാണ് ശനിയുടെ മാറ്റങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അത് അനുകൂല ഫലങ്ങളും പ്രതികൂല ഫലങ്ങളും ധാരാളം പ്രദാനം ചെയ്യുന്നു. എന്നാൽ വേദജ്യോതിഷപ്രകാരം ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗമാണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ ചില രാശിക്കാരിൽ തലവര മാറ്റുന്നത്. പലപ്പോഴും ഏഴരശനി ഉൾപ്പെടെയുള്ള ദോഷങ്ങളെ പ്രതിരോധിക്കാനും ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും സഹായിക്കുന്നു ഈ രാജയോഗം. ഏറ്റവും ശക്തമായ ഗ്രഹങ്ങളിൽ ഒന്നായതിനാൽ ജീവിതത്തിൽ അത്രയധികം സ്വാധീനം ശനി ചെലുത്തുകയും ചെയ്യുന്നു. ഏകദേശം 2.5 വർഷത്തോളമാണ് ശനി ഒരു രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഈ സമയം 12 രാശിക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ശനി ചെലുത്തുന്നത്. ഇപ്പോൾ ശനി മീനം രാശിയിലാണ്. മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് മാറിയത്. ഇനി 2.5 വർഷത്തേക്ക് ശേഷമാണ് ശനി രാശി മാറുന്നത്. ജൂലൈ 13 മുതൽ ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ഇത് കേന്ദ്ര ത്രികോണ രാജയോഗവും ചില രാശിക്കാരിൽ സൃഷ്ടിക്കുന്നു. 12 രാശിക്കാരിൽ വെറും 2 രാശിക്കാർക്കാണ് ശനി സൃഷ്ടിക്കുന്ന രാജയോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത്. അവർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ധനുരാശി. വൃശ്ചികൻ രാശിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ധനുരാശി. ധനുരാശിക്കാർക്ക് ഗുണപരമായ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. ധനുരാശിയിൽ പെടുന്ന നക്ഷത്രങ്ങളാർ? മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാല്. ഈ 3 നക്ഷത്രക്കാരാണ് ധനുരാശിയിൽ പെടുന്നത്. അപ്പോൾ പലപ്പോഴും വക്രഗതിയിലെ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന രാജയോഗം ഒട്ടും നിസ്സാരമല്ല. സ്ഥിതിഗതികൾ എല്ലാം തന്നെ മികച്ചതായിരിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു. കൂടാതെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മാറ്റങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാവുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്നു. ആരോഗ്യ പ്രതിസന്ധികളെല്ലാം തന്നെ ഇല്ലാതാവുന്ന സമയം എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ശനി കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബിസിനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലാഭങ്ങൾ, മാറ്റങ്ങൾ തേടി വരുന്നതായി കാണാം. കൂടാതെ കഠിനാധ്വാനം ചെയ്യുന്നതിനെല്ലാം ഫലം ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് എന്നതിലും ഒരു തർക്കവുമില്ല. പലപ്പോഴും പങ്കാളിയുടെ ആരോഗ്യം മികച്ചതായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂല സമയമാണ് ഈ കാലഘട്ടം. കർമ്മരംഗത്തെ എല്ലാ തടസ്സങ്ങൾക്കും അവസാനം കുറിക്കുന്ന സമയമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. വീട് പണി പുനരാരംഭിക്കുന്നതിനും അതിഗംഭീര സാമ്പത്തിക ലാഭം തേടിയെത്തുന്നതിലും യോഗം കാണുന്നു. വായ്പ എടുക്കുന്നത് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്നതിലും ഒരു സംശയമില്ല. നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയോ കിട്ടാനുള്ള പണം മുടങ്ങിക്കിടക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം ആ പണമെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ്, അനുകൂല സമയമാണ്. വീട് പണിക്ക്, വീട് പുതുക്കിപ്പണിയാനോ വീട്ടിൽ അറ്റകുറ്റപ്പണികൾക്കെല്ലാം അനുകൂല സമയമാണ്. ലോട്ടറി എടുക്കുന്നതിനും അനുകൂല സമയമാണ്. ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലോട്ടറി എടുക്കുക. ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ഇരട്ടിയാവും അതിൻ്റെ ഗുണാനുഭവങ്ങൾ. പിന്നീട് പറയാനുള്ള, ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.